നമസ്തേ. ഇന്ന് നമ്മൾ ഉപ്പിനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് പൊടിയുപ്പാണ് അല്ലേ? അത് മാറ്റേണ്ട, അത് അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. അത് മാറ്റേണ്ട സമയമായി കഴിഞ്ഞു. എല്ലാവരും പൊടിയുപ്പാണ്, ഈസിയാണ്, അങ്ങോട്ട് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. അതേ സ്പ്രിങ്കിൾ ചെയ്യുന്ന പൊടിയുപ്പ് നമുക്ക് വീട്ടിൽ കല്ലുപ്പ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ എന്നാണ് ഇന്ന് ഞാൻ പഠിച്ചു തരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സോഡിയത്തിൻ്റെ പ്രശ്നവുമായിട്ട് ഒരുപാട് പേര് ഹോസ്പിറ്റലൈസ് ആകുന്നു. അവർക്കെല്ലാവർക്കും ഓർമ്മ ഇല്ല, വല്ലാതെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ബോഡിക്ക് ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ്. ഇതെല്ലാം മാറ്റണമെങ്കിൽ നമ്മൾ സ്വിച്ച് ചെയ്തേ പറ്റുള്ളൂ. എന്തിലേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ലുപ്പിലേക്ക് ഫുള്ള് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മാറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഏത് ബ്രാൻഡായാലും കല്ലുപ്പ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. കല്ലുപ്പ് വാങ്ങിച്ചാൽ മാത്രം പോരാ, അത് വറുത്ത് പൊടിക്കുകയും വേണം. അത് വറുത്ത് പൊടിക്കുന്ന രീതി ഞാൻ ഇനി കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ കല്ലുപ്പ് വാങ്ങിച്ചു, ഏതോ ഒരു ബ്രാൻഡ്, ടാറ്റയുടെ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഏത് തന്നെയാണേലും കല്ലുപ്പ് വാങ്ങിക്കുക. ഇപ്പം പണ്ടൊക്കെ ചാക്കിലാണ്, ഇപ്പോൾ പ്ലാസ്റ്റിക് ബാഗിലാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണോ അത് വാങ്ങുക. പിന്നെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ചട്ടി എന്ന് പറയുന്നത് മൺചട്ടിയാണ്. അതിനകത്തോട്ട് ഇടുക. ഞാൻ ഗ്യാസൊക്കെ കത്തിച്ചു വെച്ചു, അതുകൊണ്ട് മൺചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. എന്നാലും കുറച്ച് നേരം എടുക്കും. ഉപ്പൊക്കെ ഒന്ന് ചൂടായി വരണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. അതുപോലെ ഞാൻ ഇളക്കുന്നത് തവി വെച്ചിട്ടാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഫുൾ ഇളക്കുന്നത്. സ്റ്റീലിൻ്റെ ഒക്കെ ഞാൻ പരീക്ഷിച്ച് നോക്കി, പാത്രം കരിഞ്ഞു പോയി. അത് മീൻസ് നല്ല കറുപ്പ് കളറായി. ദാറ്റ് മീൻസ് അതിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം. അപ്പോൾ അത് വേണ്ട. ഇനി നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ മൺചട്ടിയും അതുപോലെ തടിയുടെ തവിയുമായിരിക്കണം. ഓക്കെ, സ്പൂണോ എന്താ വെച്ചാൽ തടിയുടെ ഏയാൽ നല്ലത്. അപ്പം അത് ഉപയോഗിച്ചിട്ട് ഒരുപാട് നേരം ഇത് ഇളക്കാനായിട്ട് നിൽക്കണം. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഇളക്കാതെ ഇടാം. കാരണം എന്ന് വെച്ചാൽ അന്ന് ചൂടായി വരണം. അത് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലപോലെ പാത്രം ചൂടായാൽ പിന്നെ ഉപ്പ് ഫാസ്റ്റായിട്ട് ചൂടാകും. ഉപ്പ് ചൂടാകാൻ തുടങ്ങിയാൽ കരിയാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിയാതെ ഇളക്കണം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഇളക്കി ഇടയ്ക്കിടയ്ക്കൊന്ന് നിർത്താം, എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം. നോക്കൂ, ഇതാണ് വലിയ തരിയുള്ള ഉപ്പാണ്. അത് ശരിക്കും വറുത്തതിന് ശേഷം അതൊരു യെല്ലോയിഷ് എന്ന് പറഞ്ഞുകൂടാ, ഗോൾഡൻ കളർ, ചെറിയ ലൈറ്റായിട്ട് ഗോൾഡൻ കളർ വരുന്നത് വരെ വറുക്കുക. ഈ വറുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എക്സസ് ആയിട്ടുള്ള അതിനകത്ത് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം, എന്തൊക്കെ കണ്ടന്റ് എന്നൊന്നും എന്നോട് ചോദിക്കരുത്, ഒരുപാട് കണ്ടന്റ് ഉണ്ട്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതാണ്, ഈ എക്സസ് ആയിട്ടുള്ള എല്ലാ ലവണങ്ങളെയും മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് ഈ ഉപ്പ് ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പല അസുഖങ്ങൾക്കും അതൊരു ഒറ്റമൂലിയാകും എന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഫുഡിന് ടേസ്റ്റ് ആകുകയും ചെയ്യുന്നു. ഇപ്പം വറുത്ത കൊണ്ട് കുറേ നേരമായി ഞാൻ വറുക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഫുള്ള് ഞാൻ ഒരു മണിക്കൂറോളം ഞാൻ വറുത്തിട്ടുണ്ട്. അത്രയും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അതിൻ്റെ ടെക്സ്ചറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇത്തിരി ഡ്രൈ ആയി, ആ ഒരു നനവൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പം ഇളക്കാനും ഇച്ചിരി ഈസി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം കാണിച്ചു തുടങ്ങുന്നത് നല്ല വറുത്ത് വന്നു. അതുപോലെ ഒരു ഗോൾഡൻ കളറും വന്നിട്ടുണ്ട്. ടെക്സ്ചർ മാറി, നല്ല വറുത്ത് ആ ഗോൾഡൻ, ആ പച്ചപ്പെല്ലാം മാറി. പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ഈ മൺപാത്രം ആയതുകൊണ്ട് വലിയതായിട്ട് പൊട്ടത്തില്ല. പക്ഷേ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും ഉപ്പ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ പച്ച ഇങ്ങനെ പൊട്ടി ഭയങ്കര സൗണ്ട് കേൾക്കാം. ഈ മൺപാത്രത്തിൽ അങ്ങനെയില്ല. വെള്ളം വലിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അത് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അതങ്ങ് പോകുന്നുണ്ട്. ഓക്കെ, അത് നല്ലതായിട്ട് വറുത്ത് ഞാൻ ഫുള്ള് ആ ഒരു യെല്ലോയിഷ് കളർ ആയി. ഇപ്പം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു, എന്നിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇളക്കിയില്ലെങ്കിൽ അത് വീണ്ടും ഭയങ്കര പാത്രം നല്ല ചൂടായതുകൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നു.
അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചു. മൂവ് ചെയ്തു. ഞാൻ സിങ്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്ത് ഇച്ചിരി നേരം തണുക്കാൻ വെക്കുകയാണ്. ആ ട്രാൻസ്ഫർ ചെയ്ത് ഇച്ചിരി നേരം തണുക്കാൻ വെക്കുമ്പം ഒന്ന് നല്ല കൂളാകിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് പൊടിക്കാൻ പറ്റും. ഞാനിപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. നല്ല വൈറ്റ് കളർ തന്നെയാണുള്ളത്. പൊടിച്ചപ്പോഴും നല്ല വൈറ്റ് കളർ, ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ, പ്യൂർ വൈറ്റ് ആയിരിക്കത്തില്ല. അത് പൊടിച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം, നല്ല തണുത്തതിന് ശേഷം കുപ്പിയിലും ആക്കി അടച്ചു വെച്ചു. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പം സോഡിയം എന്ന് പറയുന്നത് ഇല്ലാതാക്കണമെങ്കിൽ, സോഡിയത്തിൻ്റെ എന്ത് പ്രശ്നമായാലും അത് ഇല്ലാതാക്കണമെങ്കിൽ സ്റ്റാർട്ട് യൂസിങ് റോക്ക് സോൾട്ട്, കല്ലുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങുക. അത് ഉപയോഗിക്കുന്ന രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. കല്ലുപ്പ് വാങ്ങിച്ച് ഞാൻ കല്ലുപ്പല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറേ നാൾ കല്ലുപ്പ് കടയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് പേർക്ക് സോഡിയം കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സോഡിയം, അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാമിജി എന്താ ഈ സോഡിയം കുറഞ്ഞാൽ എന്താ പെട്ടെന്ന് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് പപ്പായയും അതുപോലെ പൈനാപ്പിളും ഒരുമിച്ച് അടിച്ചിട്ട് ജ്യൂസായിട്ട് കുറച്ച് കൊടുക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെയ്തു നോക്കുക. എൻജോയ് യുവർ ലൈഫ്. ഓരോന്നും മെഡിസിൻ കഴിക്കാതെ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഹാപ്പി ആയിട്ട് ജീവിക്കുക. See you all.